പത്തനംതിട്ടയിലേക്കാണ്. പത്തനംതിട്ടയും അങ്ങനെ പുതിയ എ.കെ. ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയുടെ സസ്പെൻസോടെയുള്ള വരവ് കൊണ്ട് ഒക്കെ തന്നെ ശ്രദ്ധ നേടിയ ഒരു മണ്ഡലമായിരുന്നു പത്തനംതിട്ട. ആന്റണി അതേസമയം നമുക്കറിയാം 4ാം ഊഴത്തിനായി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. 4ാം ഊഴം കിട്ടുമോ? CPM-നെ സംബന്ധിച്ചോളം CPM-ന്റെ മുതിർന്ന നേതാവ് മുൻ മന്ത്രി കൂടിയ തോമസ് ഐസക്കാണ് കളത്തിൽ മാറ്റുരയ്ക്കാൻ ഇറങ്ങിയത്. എന്താണ് പത്തനംതിട്ടയുടെ അവസാനത്തെ ചിത്രം? സ്ഥാനാർത്ഥികളുടെയും മുന്നണികളുടെയും മനസ്സിലുള്ള കണക്കുകൾ എന്താണ്? CK അബിലാലുണ്ട്. അബിലാൽ, പത്തനംതിട്ടയെ സംബന്ധിച്ചോളം അവസാന ഘട്ടത്തിലേക്ക് ഒരു കുട്ടിക്കിഴിക്കലിലേക്കൊക്കെ വരുമ്പോൾ മുന്നണികളുടെ പ്രതീക്ഷകൾ എത്രത്തോളമാണ്? BJP വലിയ അവകാശവാദം ഉന്നയിച്ച് കണ്ട ഒരു മണ്ഡലം കൂടിയാണ്. എന്താണ് ചലനങ്ങൾ? 3 തെരഞ്ഞെടുപ്പിന്റെ പ്രായം മാത്രമേ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിനുള്ളൂ. ആ 3 തെരഞ്ഞെടുപ്പുകളുടെ ഫലം നോക്കുമ്പോൾ തന്നെ UDF-ന് അനുകൂലമായ സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. 3 തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ആന്റണിയാണ്. എന്നാൽ മറ്റൊരു വസ്തുത, തിരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിൽ പോലും അദ്ദേഹത്തിന് ഓരോ തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷത്തിന്റെ അളവിൽ വലിയ 10,000ങ്ങളുടെ കുറവ് സംഭവിച്ചു എന്നുള്ളതാണ്. അത് UDF-ൽ നിന്നും LDF-ലേക്കുള്ള മാറ്റമായി ഇടതുമുന്നണി വിലയിരുത്തുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുക്കുമ്പോൾ ഭൂരിപക്ഷം എന്നത് 1,00,000-ന് മേലായിരുന്നുവെങ്കിൽ പിന്നീട് അത് 60,000-ന് എത്തുന്നു. ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ, അതായത് 5 വർഷം മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 44,423-ലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. അത് തന്നെ ഒരു പടിപടിയായ മാറ്റം അല്ലെങ്കിൽ മണ്ഡലത്തിൻ്റെ നിറം മാറുന്നതിൻ്റെ സൂചനയായി LDF വിലയിരുത്തുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇക്കുറി മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള ശുഭപ്രതീക്ഷ അവർ ആദ്യഘട്ടം മുതൽ തന്നെ പങ്കുവെക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ തിരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ വലിയ കുറവ് മാത്രമാണ് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായി മാറിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന വോട്ടിംഗ് ശതമാനത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 10.8% കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളത് മുന്നണികളുടെ അവകാശവാദത്തിനും പ്രതീക്ഷകൾക്കും വലിയ തിരിച്ചടി സംഭവിപ്പിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഏറ്റവും അവസാന നിമിഷത്തിലും പ്രതീക്ഷ കൈവിടാതെ തന്നെ അവകാശവാദങ്ങളുമായി അല്ലെങ്കിൽ മുന്നണി നേതൃത്വങ്ങൾ അവകാശവാദവുമായി നിലനിൽക്കുകയാണ്. അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി എത്തിയത് അനിൽ ആന്റണി മാത്രമാണ്. മറ്റു രണ്ടുപേരും സ്ഥാനാർത്ഥിയായി വരുമെന്നുള്ള സൂചനകൾ ഏറെക്കുറെ മുൻപ് തന്നെ ഉണ്ടായിരുന്നു. മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇടത് സ്ഥാനാർത്ഥിയാകാനുള്ള സൂചനകൾ നൽകിക്കൊണ്ട് തോമസ് ഐസക്ക് കളത്തിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ആന്റണി സിറ്റിംഗ് MP എന്നുള്ള തരത്തിൽ അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥിയായി വരുമെന്നുള്ള പ്രതീക്ഷയും ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം എത്തുമ്പോൾ രാഷ്ട്രീയ രംഗത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച രാഷ്ട്രീയ വിവാദങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത് NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്കാണ്. 25 ലക്ഷം രൂപയുടെ കോഴ ആരോപണത്തിൽ ഇളകി പറഞ്ഞ രാഷ്ട്രീയ പശ്ചാത്തലവും സാഹചര്യങ്ങളുമായിരുന്നു പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്നത്. അതിനെയൊക്കെ തന്നെ അതിജീവിച്ച് വലിയ ഭൂരിപക്ഷം നേടി വിജയിക്കാൻ കഴിയുമെന്നുള്ള അവകാശവാദവും NDA ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലയളവിൽ വന്നിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഭൂരിപക്ഷവും UDF-ന് അനുകൂലമായ സാഹചര്യമെന്ന് പ്രവചിക്കുന്നു. അതിൽ ഏറ്റവും ഒടുവിൽ വന്ന മറ്റൊന്നിൽ NDA ഇവിടെ 2ാം സ്ഥാനത്തേക്ക് വരുമെന്നുള്ള സൂചനകളും നൽകുന്നുണ്ട്. എന്തായാലും ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആര് വിജയിച്ചാലും, അതായത് LDF-ഉം UDF-ഉം തമ്മിലുള്ള പ്രധാന മത്സരത്തിന്റെ വേദിയായി പത്തനംതിട്ടയെ ഭൂരിപക്ഷം ആളുകളും വിലയിരുത്തുമ്പോൾ ആര് വിജയിച്ചാലും, LDF വിജയിച്ചാലും UDF വിജയിച്ചാലും ഏറെക്കുറെ ഏറി വന്നാൽ 10,000-നടുത്ത് വോട്ടുകളുടെ വ്യത്യാസം മാത്രമേ ഉണ്ടാവുകയെന്നുള്ള ഒരു കണക്കുകൂട്ടിലേക്ക് കാര്യങ്ങൾ ചുരുങ്ങുകയാണ്. NDA വലിയ പ്രതീക്ഷ ഏറ്റവും അവസാന നിമിഷവും വെച്ചു പുലർത്തുന്നുണ്ടെങ്കിൽ പോലും അത് അസ്ഥാനത്തേക്കാകാനുള്ള സാധ്യതയാണ് പൊതുവെ കരുതപ്പെടുന്നത്. ശരി, അങ്ങനെ പത്തനംതിട്ടയും വളരെ കൗതുകമുള്ള ഒരു മണ്ഡലമായി മാറുകയാണ്. 2 പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ, അത് 2 കോട്ടയത്ത് നിന്നാണ്, കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും. ബാക്കി ഉള്ള 5 നിയമസഭാ മണ്ഡലങ്ങൾ, എല്ലാ മണ്ഡലങ്ങളിലും LDF-ന്റെ ഒരു തേരോട്ടമാണ്. പക്ഷേ അതേസമയം ലോക്സഭയിലേക്ക് വരുമ്പോൾ അതല്ല, മറിച്ചാണ് കാര്യങ്ങൾ. അവിടെ 4ാം അംഗത്തിന് തയ്യാറെടുക്കുന്ന ആന്റണിയോട് ജനങ്ങൾ മമത കാട്ടുമോ, അതോ എന്തെങ്കിലും തരത്തിലുള്ള ആന്റി ഇൻകംബൻസി അവിടെ ഫലം കാണുമോ? തോമസ് ഐസക്കിനെ സംബന്ധിച്ചോളം ഒരു പുതിയ ഒരു കാൽവെപ്പ് മത്സരരംഗത്തേക്ക് വരുമ്പോൾ LDF വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു മണ്ഡലം കൂടിയാണ്. BJP-യുടെ മോഹങ്ങൾ പൂവണിയുമോ? അങ്ങനെ വളരെ സെൻസിറ്റീവായി മാറുന്ന ഒരു മണ്ഡലം കൂടിയായി പത്തനംതിട്ട മാറുന്നു.